മായയെ നീക്കി സർവ്വ ദുഃഖനിവൃത്തിയും ആനന്ദപ്രാപ്തിയും നൽകുന്ന ശ്രേഷ്ഠനും ഗുരുവും ദൈവം ഒന്നുതന്നെയാണെന്ന് ദൈവദശകത്തിലെ 6-ാമത്തെ പദ്യത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായോജ്യം നൽകുമാര്യനും. അല്ലയോ ദൈവമേ, അങ്ങയുടെ വിവരിക്കാനാവാത്ത ശക്തിയിൽ ഈ ലോകമുള്ളതായി ഞങ്ങൾക്കറിയാം. ഒരു മാന്ത്രികൻ തൻ്റെ മായാശക്തിയിൽ നിരവധി വസ്തുക്കൾ ഉണ്ടാക്കുന്നു, പിന്നെ അതില്ലാതാക്കുന്നു, അങ്ങനെ അദ്ദേഹം രസിക്കുന്നു. അതുപോലെ തന്നെയല്ലേ അങ്ങും ഉണ്ടാക്കിയും ഇല്ലാതാക്കിയും മാറി നിന്നതെല്ലാം കണ്ട് രസിക്കുകയല്ലേ? അല്ലയോ ഭഗവാനെ, മനുഷ്യനുൾപ്പെടെ ലോകത്തിലുള്ള സകലതും മാറ്റത്തിന് വിധേയമാണ്. മായാജാലക്കാരൻ മാറാതെ അവിടെ തന്നെ നിൽക്കുന്നു. ഈ നടക്കുന്ന യാതൊരു മാറ്റങ്ങളും ഈശ്വരനെ ബാധിക്കുന്നില്ല. ഈ സത്യം വേണ്ട പോലെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ അറിവ്, ഈ അറിവാണ് ഈശ്വരനെന്നും ഈ ഈശ്വരനിലേക്ക് നമ്മളെ അടുപ്പിക്കണമേ എന്നും ഭഗവാൻ പറയുന്നു. ഈ മായാമറയെ മാറ്റി സത്യദർശികളായ മഹാത്മാക്കൾ സായുജ്യം നേടുന്നതും ദൈവത്തിൽ തന്നെയാണ്. മായയെ സത്യമെന്ന് കരുതി അതിന് പുറകെ പോകുന്നവർ മരുഭൂമിയിലെ കാനൽ ജലത്തിന് പുറകെ പോകുന്ന മാൻപേടയെപ്പോലെയാണ്. ഒന്നിനു പിറകെ ഒന്നായി മായാദൃശ്യങ്ങളുടെ വശീകരണത്തിൽപ്പെട്ട് ഭൗതിക ജീവിതത്തിൽ വലിഞ്ഞ് അവശനായി നാള് കഴിക്കാനാണ് അത്തരക്കാരുടെ വിധി. നമ്മൾ അധികം പേരും ആ കൂട്ടത്തിൽ തന്നെ ഉള്ളവരാണ്. മോശമെന്നത് ദൈവത്തിനോട് ചേരലാണ്. നമ്മൾ അങ്ങനെ ദൈവത്തിനോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് മായാഭ്രമങ്ങളൊന്നുമില്ല. പ്രാപഞ്ചിക ജീവിതം നമ്മെ ഭ്രമിച്ച് നട്ടം കറക്കുന്ന പ്രലോഭനങ്ങൾ, അതായത് സമ്പത്താകട്ടെ ബന്ധങ്ങളാകട്ടെ മറ്റെന്തുമാകട്ടെ, ഇതൊന്നും സ്ഥിരമല്ലെന്ന് മനസ്സിലാക്കി നമ്മളിതിൽ നിന്നെല്ലാം മാറി നിൽക്കണം. ശ്രീബുദ്ധൻ ഇങ്ങനെയല്ലേ ചെയ്തത്? എല്ലാ സുഖസൗകര്യങ്ങളും വിട്ടല്ലേ അദ്ദേഹം ജനക്ഷേമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ദൈവമാണെന്ന് നമ്മൾ കാണണം. സത്യദൃശികൾക്ക് മാത്രമേ മായയുടെ കാപട്യം മനസ്സിലാക്കാൻ കഴിയൂ. അപ്രകാരം മായാ മൂടുപടം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സത്യം സ്വരൂപം ദർശിച്ച് അതിനോട് ചേരുവാൻ നമുക്ക് കഴിയും. അതുതന്നെയാണ് ഭഗവാൻ ഈ 6-ാമത്തെ പദ്യത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്.